പുതുവർഷത്തെ ആവേശത്തോടെ വരവേറ്റ കൊച്ചി ന്യൂ ഇയർ ആഘോഷത്തിന്റെ പ്രധാന കേന്ദ്രമായ ഫോർട്ട് കൊച്ചിയിലേക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ എത്തിയിരുന്നു. പരേഡ് ഗ്രൗണ്ടും വേളി ഗ്രൗണ്ടും തിങ്ങി നിറഞ്ഞായിരുന്നു ആഘോഷം. രണ്ടിടത്തും പാപ്പാഞ്ഞിയെ കത്തിച്ചതും കാഴ്ചക്കാർക്ക് ആവേശമായി. ന്യൂസ് ഡെസ്കിൽ നിന്നും ശില്പ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ശില്പ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശില്പ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ഭദ്ര. ശില്പ എന്തായാലും മൊത്തത്തിലുള്ള ഒരു വിവരങ്ങൾ നൽകാനാണ് വന്നിരിക്കുന്നത്. എന്തായാലും ലോകം ഇങ്ങനെ 2026 നിറവിൽ നിൽക്കുകയാണ്. 2026 പിറക്കുമ്പോൾ പുതിയ പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ശില്പയ്ക്കടക്കമല്ലേ. ഇനി അങ്ങോട്ട് എന്തൊക്കെ പ്ലാനിംഗ് ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടു. 2026 പ്ലാനിങ്ങുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. എന്തായാലും 2025 സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഇന്നലെ രാത്രി 11:45 കൂടി അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് പുതിയ പ്രതീക്ഷകൾ? ഒപ്പം തന്നെ നമുക്കറിയേണ്ടത് ലോകം എങ്ങനെയാണ് പുതുവർഷത്തെ വരവേറ്റത്? ശില്പ. തീർച്ചയായും ഭദ്ര, വളരെ പ്രതീക്ഷയോടെ പുത്തൻ സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് ലോകം 2026 വരവേറ്റത്. ലോകമെമ്പാടും വലിയ ആഘോഷ പരിപാടികളാണ് നടന്നത്. നമുക്കറിയാം, ആദ്യം കിരിബാത്തി ദ്വീപിലാണ് പുതുവർഷം പിറന്നത്. നമ്മളെല്ലാം പുതുവർഷ പിറവിക്കായി കാത്തിരുന്നപ്പോൾ ആദ്യം പുതുവർഷം പിറന്നത് കിരിബാത്തി ദ്വീപിലായിരുന്നു. ഇന്നലെ വൈകുന്നേരം 3:30 കിരിബാത്തി ദ്വീപിൽ പുതുവർഷം പിറന്നത്. പിന്നാലെ നമുക്കറിയാം, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ന്യൂ ഇയർ ആഘോഷിച്ചു. വലിയ തോതിലുള്ള ആഘോഷ പരിപാടികളും വിനോദ പരിപാടികളും ഒക്കെയായിരുന്നു നടന്നത്. അതോടൊപ്പം തന്നെ ഈ അബുദാബിയിൽ ഉൾപ്പെടെ വലിയ പരിപാടികൾ ഉണ്ടായിരുന്നു. പുതുവർഷാഘോഷം അവിസ്മരണീയമാക്കാൻ ലോക റെക്കോർഡ് വെടിക്കെട്ടുമായാണ് അബുദാബി ഷേഖ് സയ്യിദ് ഫെസ്റ്റിവൽ തന്നെ ഒരുങ്ങിയത്. 62 മിനിറ്റ് ദൈർഘ്യമേറിയ വെടിക്കെട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള ഡ്രോണുകളെ അണിനിരത്തിയിട്ടുള്ള ഡ്രോൺ ഷോകൾ അടക്കം വലിയ പുതുമ നൽകി. ഈ പുതുവത്സരത്തിന് ആളുകൾക്ക് വലിയ തരത്തിലുള്ള സന്തോഷം പകരുന്ന കാഴ്ചകളായിരുന്നു അബുദാബിയിൽ ഉണ്ടായിരുന്നത്. ഈ ലോക റെക്കോർഡാണ് അവിടെ 62 മിനിറ്റ് നീണ്ട വെടിക്കെട്ടോടുകൂടി ഉണ്ടായിരിക്കുന്നത്. 2026 ആദ്യ നിമിഷത്തിൽ തന്നെ ലോക റെക്കോർഡുകൾ സ്വന്തം പേരിൽ കുറിച്ചിട്ടായിരുന്നു ഉത്സവ നഗരിയായ അബുദാബി പുതുവർഷത്തെ വരവേറ്റിരിക്കുന്നത്. അത്തരത്തിൽ വലിയ തോതിലുള്ള കലാവിരുന്നുകൾ പുലരുവോളം അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ UK പുതുവത്സരം പിറന്നത്. വെളുപ്പിനെ 5:30 UK പുതുവത്സരം പിറന്നത്. അത്തരത്തിൽ വലിയ തോതിലുള്ള ആഘോഷ പരിപാടികളാണ് ലോകമെമ്പാടും 2026 പുത്തൻ പ്രതീക്ഷകളും വലിയ ആഘോഷപൂർവ്വവുമായി ആരവങ്ങളുമൊക്കെയായാണ് അവിടെ 2026 വരവേറ്റത്. അതോടൊപ്പം തന്നെ സിഡ്നിയിൽ ആഘോഷങ്ങൾക്കിടയിലും ഈ സിഡ്നിയിൽ അടുത്തിടെയുണ്ടായ ബോണ്ടി ബീച്ച് ഭീകരാക്രമണത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചായിരുന്നു അവിടുത്തെ ആളുകളുടെ ആഘോഷം. സിഡ്നി ഹാർബർ ബ്രിഡ്ജിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വലിയ തോതിലുള്ള വെടിക്കെട്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ബോണ്ടി ബീച്ച് ആക്രമണത്തിൽ ഇരയായവർക്കായി 1 മിനിറ്റിൽ മൗന പ്രാർത്ഥന അടക്കമുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ അവിടെ ആഘോഷ പരിപാടിയിലേക്ക് കടന്നത്. അങ്ങനെ ലോകമെമ്പാടും മലയാളികൾ, അതോടൊപ്പം തന്നെ വിദേശികൾ എല്ലാവരും വലിയ തോതിൽ ന്യൂ ഇയർ ആഘോഷമാക്കിയിരുന്നു. ഈ രാത്രി 12 മണി വരെ നീണ്ട ഒരുപാട് പരിപാടികൾ നമുക്ക് കേരളത്തിലുടനീളം, കൊച്ചിയിൽ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത്, കോവളത്ത്, കൊച്ചിയിൽ, ഫോർട്ട് കൊച്ചിയിലടക്കം പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരിപാടികൾ ഒക്കെ ഉണ്ടായിരുന്നു. രണ്ടിടത്തായിരുന്നു കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ കത്തിച്ചത്. അത്തരത്തിൽ കേരളത്തിലും വലിയ ആഘോഷങ്ങളാണ് ഉണ്ടായിരുന്നത്. ലോകം എന്തായാലും പുത്തൻ പ്രതീക്ഷകളുമായി തന്നെയാണ് 2026 വരവേറ്റിരിക്കുന്നത്. അതെ, തീർച്ചയായും ശില്പ, അങ്ങനെ തന്നെയാണ്. എന്തായാലും നമ്മൾ കണ്ടതാണ് എങ്ങനെയൊക്കെയാണ് ലോകം കഴിഞ്ഞ രാത്രിയിൽ പുതുവർഷത്തെ വരവേറ്റത് എന്നുള്ളത്. അപ്പോഴും ശില്പ പറഞ്ഞതുപോലെ തന്നെ പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഈ 2025 തുടക്കം മുതൽക്ക് ഡിസംബർ വരെ നമ്മൾ എത്രത്തോളം ദുഃഖങ്ങളും യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ലോകത്തിലെ പല ഭാഗത്തും. എന്തായാലും ആ സങ്കടങ്ങളും ദുഃഖങ്ങളും അത് അവസാനിക്കട്ടെ. പുതുവർഷം പുലരുമ്പോൾ പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളും അവിടെ കുഞ്ഞുമക്കളടക്കമുണ്ട്. എന്തായാലും അവരുടെ സ്വപ്നങ്ങളൊക്കെ 2026 കടക്കുമ്പോൾ അവരുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പ്രത്യാശിക്കുന്നത്.